ഹരി ഓം. ഹരി ഓം. ഹരി ഓം. സംബോധിതരായ ഗുരുജനങ്ങളെ, വൈശമ്പാകം ഇടക്കാട് ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെ 3-ാം ദിവസമായ ഇന്നത്തെ നാമസങ്കീർത്തനവും ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ 4-ാം ദിവസമായ നാളെ യജ്ഞവേദിയിൽ രാവിലെ 5:30 മണിയോടുകൂടി തന്നെ ഗണപതി ഹോമം, അതിനുശേഷം 6:45 വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി സമൂഹ പ്രാർത്ഥന ചൊല്ലി ഗ്രന്ഥപൂജ ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ കലികാലത്തിന്റെ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ഭാഗവതം. ഉദ്ധവർ ഭഗവാൻ ഈ ധര വിട്ടു പോകുമ്പോൾ ഉദ്ധവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഭഗവാനെ, അങ്ങ് ഈ ധര വിട്ടു പോകുമ്പോൾ കലിബാധിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് ആരായി വരും ഭഗവാനെ എന്ന് ഉദ്ധവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടിയാണ്, ഉദ്ധവരെ, ഞാൻ കലികാലത്തിൽ വാങ്മയ സ്വരൂപമായി ഈ ഭാഗവതത്തിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭാഗവതമാകുന്ന ഈ ഗ്രന്ഥം കലികാലത്തിന്റെ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ്. നമ്മൾ ഇവിടെ നിന്നും ഗുരുവായൂർ അമ്പലനടയിൽ പോയി തൊഴുതിട്ട് വരുമ്പോഴും ആ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ 7 ദിവസം കലികാലത്തിന്റെ രാജസൂയ യജ്ഞമാണ്, കലികാലത്തിന്റെ രാജസൂയമാണ് ഇവിടെ നടക്കുന്നത്. ഈ പുണ്യവേളയിൽ ആ ഗ്രന്ഥത്തെ തൊട്ട് നമസ്കരിക്കുവാൻ ഈ ദേശവാസികൾക്കെല്ലാം കിട്ടിയ പുണ്യ നിമിഷമാണ്, അസുലഭ നിമിഷമാണ്. പറയുന്നില്ലേ നാരായണീയത്തിൽ എന്താ പറയുന്നേ, സാന്ദ്രാനന്ദ പ്രബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താബദ്ധാതി സാക്ഷാൽ ഗുരുപവനപുരേ കന്ദഭാഗ്യം ജനാന. എന്ന് ഏതു ഭാഗ്യം? ആ ദ്വാരകയിൽ വസുദേവരും ദേവകിയും പൂജിച്ചു കൊണ്ടിരുന്ന വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം, ആ വിഗ്രഹത്തെ ദ്വാരക കടലിൽ മുങ്ങിപ്പോകുമ്പോൾ ആ വിഗ്രഹം ഒഴുകി 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 ദ്വാരകയുടെ അടുത്തുള്ള അവിടെ അടിയുമ്പോൾ അവിടെ ഗുരുവും വായുവിന്റെയും കയ്യിൽ കിട്ടുന്നു. ആ ഗുരുവും വായുവും കൂടെ കൊണ്ട് എവിടെ പ്രതീക്ഷിച്ചു? ഹന്തഭാഗ്യം ജനാനാം, നമുക്ക് കിട്ടിയ ഭാഗ്യം ആ ഗുരുവായൂരപ്പനെ, അല്ലേ? ആ ഗുരുവായൂരപ്പനെ ഗുരുവും വായുവും കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ സ്ഥലത്തിന് വന്ന പേരാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരിൽ തന്റെ യൗവനകാലം, എല്ലാവരും അങ്ങനെയാണല്ലോ, അല്ലെ? കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന ആത്മീയതയെ ഇച്ചിരി പാണ്ഡിത്യമെല്ലാം കയ്യിലോട്ട് വരുമ്പോൾ എന്തു പറ്റും? ഓ, ഇതെല്ലാം മിത്താണെന്ന് തോന്നുന്ന ഒരു കാലം കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനല്ലേ. അവരുടെ ഇച്ചിരി പഠിത്തം അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ ഇതൊന്നും അവർ പറയും ഒന്നുമല്ല, അല്ലെ എന്ന് പറഞ്ഞ പോലെ അങ്ങ് ഒരു യൗവനക്കാരൻ തന്റെ ഭാര്യാപിതാവും ഗുരുവുമായിരുന്ന ആരാണ്?
അച്യുത പിഷാരടി എന്ന് പറയുന്ന മഹാഗുരു, ആ അച്യുത പിഷാരടി എന്ന് പറയുന്ന മഹാഗുരുവിന് അസുഖം ബാധിക്കുമ്പോൾ ആ അസുഖത്തെ തന്നിലോട്ട് ആവഹിച്ചിട്ട് ആ അസുഖത്തിൽ നിന്നും മോചനം നേടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ ആ ഭഗവത് സന്നിധിയിൽ തന്നെ ശരണം പ്രാപിച്ചു. ആ ഭഗവത് സന്നിധിയിലിരുന്ന് ചോദിച്ചു. തുഞ്ചത്തെഴുത്തച്ഛനോട് പോയി ചോദിച്ചെന്നാ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, മീൻ തൊട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. മീൻ ഇപ്പോൾ സാധാരണ കേൾക്കുന്നവർ വിചാരിക്കും മീൻ തൊട്ട് തുടങ്ങാൻ മത്സ്യം തൊട്ട്, മത്സ്യാവതാരം തൊട്ട് തുടങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ആ 18,000 ഗ്രന്ഥശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം, ആ ശ്രീമദ് ഭാഗവതം തന്നെ എന്താണ്? വേദാന്തങ്ങളുടെ സത്താണ് അല്ലെ. നിഗമകൽപ്പതരോ ഗളിതം ഫലം സുഖമുഖാദം അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹൂരഹോ രസിക ഭൂഭുവി ഭാവുക. ആ വേദാന്തങ്ങളുടെ എല്ലാം സത്തിനെ, 4 വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഉപപുരാണങ്ങളും എന്തെല്ലാം സൃഷ്ടിച്ചോ അതിന്റെ എല്ലാം സത്തിനെ എടുത്താണ് ചതുശ്ലോകി ഭാഗവതത്തിൽ നിന്നും വേദവ്യാസ ഭഗവാൻ ശ്രീമദ് ഭാഗവതം രചിച്ചതെങ്കിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആ 18,000 ഗ്രന്ഥശ്ലോകങ്ങളെയാണ് 1034 ശ്ലോകങ്ങളിലൂടെ 100 ദശകത്തിലൂടെ ഏത് കൃതി രചിച്ചു തന്നത് നമുക്ക്? ചന്ദ്രാനന്ദാപബോധാത്മകമനുപമിതം കാലദേശാവധിത്യ അല്ലേ. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ. നോക്കിയിട്ട് സ്പഷ്ടമായി കാണുന്നില്ല, പിന്നെ നോക്കി അല്ലേ, സ്പഷ്ടമായി ഗുരുവായൂരപ്പനുണ്ട് അവിടെ. ആ ഗുരുവായൂരപ്പൻ ഇവിടെയുണ്ട്. ഈ ഇടയ്ക്കാട് ദേവി ക്ഷേത്രത്തിൽ ആ ഗുരുവായൂരപ്പനാണ് ഇവിടെ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായിരിക്കുന്നതെങ്കിൽ രാവിലെ ആ ഗ്രന്ഥ നമസ്കാരം ചെയ്യുമ്പോൾ ആ കൃഷ്ണസ്വരൂപത്തെ തൊട്ട് വണങ്ങാനുള്ള അസുലഭ സന്ദർഭമാണ് ഈ ഇടയ്ക്കാട്ടമ്മയുടെ മക്കൾക്കെല്ലാം ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഗ്രന്ഥ നമസ്കാരം ചെയ്യുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരണം. ആ പുഷ്പം എടുത്ത് ആ ഗ്രന്ഥത്തെ ഒന്ന് നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന സായുജ്യം 3 ദിവസം കഴിഞ്ഞു. പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇന്ന് രാവിലെയും പറഞ്ഞു, സുഖബ്രഹ്മർഷിയോട് പറഞ്ഞു, 9 സ്കന്ധത്തിന്റെ കഥ ഉപകഥകളെല്ലാം പറഞ്ഞ അജാക്കള മോക്ഷം തൊട്ട് ഓരോരോ ഉപകഥകളും പറഞ്ഞു കൊണ്ടുവന്നപ്പോഴെല്ലാം ശ്രദ്ധയോടെ ആ ഗംഗയുടെ തീരത്ത് ആ മഹർഷിയുടെ മുഖത്ത് തന്നെ നോക്കി അങ്ങനെ ശ്രദ്ധയോടെ വക്താവ് ശ്രോതാക്കൾക്ക് എത്ര ശ്രദ്ധയുണ്ടോ അതാണ് വക്താവിന് പറയുവാനുള്ള ഊർജം അല്ലെ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരെന്നെക്കാട്ടിലും പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് വൈശംഭാഗത്ത് ഇവിടെയുള്ള ഭക്തജനങ്ങൾ എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന ആ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ കിട്ടുന്ന ആ സായുജ്യം അല്ലെ, ആത്മാനന്ദം. അപ്പോൾ ആ ഭഗവാൻ, അപ്പോൾ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്നത് എന്താ? സുഖബ്രഹ്മർഷി, ഞാൻ ആ ഭഗവത് കഥ കേൾക്കുവാനാണല്ലോ ഇത്രയും ദിവസം വരുന്നല്ലേ. ഭഗവാന്റെ കഥ കേട്ട് കഴിയുമ്പോഴാണല്ലോ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത്. എനിക്ക് ആ കണ്ണന്റെ കഥ പറഞ്ഞു തരൂ, ആ കൃഷ്ണന്റെ അല്ലേ കഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് സങ്കടമായി, പൊട്ടിക്കരഞ്ഞു. മഹർഷി, എനിക്കിനിയും കേൾക്കണം ഭഗവത് കഥകൾ എന്ന് പറയുമ്പോഴാണ് ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് ഭഗവാന്റെ കഥ പറയാൻ തുടങ്ങുന്നത്. മഹാഭാരതത്തിൽ ഭഗവാന്റെ കഥ പറയുന്നുണ്ട്. എവിടെ തൊട്ടാണ്? പകുതി കഴിയുമ്പോഴാണ് അല്ലെ. പിന്നെ
ആ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയവും ദൂത് പോകുമ്പോഴും അർജുനന്റെ കൂടെ പോകുമ്പോഴും ഒക്കെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഭാഗവതം വരുമ്പോഴാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ ബാലലീലകളെല്ലാം പറയുന്നു. ഭഗവാൻ ജനിച്ചത് എവിടെയാണ്? മധുരയിലല്ലേ? ആ മധുരയില് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ജനിച്ചത് മുമ്പേ പാടി കേട്ടോ. കണ്ണൻ പിറന്നു, കണ്ണൻ പിറന്നു, കണ്ണൻ പിറന്നു കാരാഗൃഹത്തിൽ. കണ്ണൻ അല്ലേ? ആ പാട്ട് കേട്ടില്ലേ? പറയുന്നത് എന്താ? നമ്മളെല്ലാം അത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? ഈ ഭഗവാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ കാരാഗൃഹത്തിൽ പിറന്നു അല്ലേ? ആ അമ്മയുടെ ഒരു കുഞ്ഞിന്റെ അല്ലേ ഏറ്റവും വലിയ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ മുലപ്പാലാണ് അല്ലേ? അതാണ് ആ കുഞ്ഞിന്റെ എല്ലാ ആരോഗ്യത്തിനെയും സംരക്ഷിക്കുന്ന അമൃതം അല്ലേ? അതുപോലും നുകരുവാൻ ആ ഉണ്ണിക്കണ്ണന് സാധിച്ചോ? ഇല്ല. നമ്മളൊക്കെ ചെറിയ ചെറിയ ഒരു കാര്യം വരുമ്പോൾ എന്ത് വിഷമിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഉണ്ണിക്കണ്ണനെ, കരയുന്ന കണ്ണനെ നമ്മൾ എവിടെയെങ്കിലും കാണാറുണ്ടോ? ഇല്ല. അങ്ങനെ അവിടെ ആ ദേവകി ദേവിക്കും വസുദേവർക്കും അതിപ്പോ കരയിക്കും ദൃശ്യാവിഷ്കാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ ആ വസുദേവർക്കും ദേവകിക്കും 6 മക്കൾ. ആദ്യം ഒരു കുഞ്ഞു പിറക്കും. പിറന്ന ഉടനെ വസുദേവർ കംസനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ വധിക്കാനായി പോകുമ്പോ പറയും, കംസ അങ്ങനെയൊന്നും ചെയ്യരുത്, മഹാപാപമല്ലേ. സ്ത്രീകളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. നമ്മുടെ ഭാരതഭൂമിയിൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഏറ്റവും ബഹുമാനം കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് അല്ലെ? അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പോയി അവിടെ പ്രസംഗിക്കുമ്പോൾ മൈ സിസ്റ്റേഴ്സ് ആൻഡ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ പോയി ആ യൂറോപ്യൻ അങ്ങനെയുള്ള ദേശമൊക്കെ നമ്മളെ പറയുന്നത് എങ്ങനെയായിരുന്നു എന്നറിയോ? ആ കാലത്ത് കൾച്ചർലെസ് കൺട്രി. വിവേകാനന്ദ സ്വാമികൾ ഇവിടെ നിന്ന് പോയി അവിടെ പോയി നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഞങ്ങൾ ആദ്യം ബഹുമാനിക്കുന്നത് ഞങ്ങളുടെ അമ്മമാരെയാണ്, ഞങ്ങളുടെ പെങ്ങന്മാരെയാണ്, സ്ത്രീകളെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം അല്ലേ? നമ്മൾ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് ദൈവം? നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് മാതാപിതാ ഗുരു ദൈവമാണ്. അതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവം. ഈ സംസ്കാരം ഈ ഭാരതഭൂമിയിലല്ലാതെ എവിടെയുണ്ട്? ഇന്നിവിടെ കണ്ടുവരുന്ന വൃദ്ധസദനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മുടെ ആൾക്കാർ യൂറോപ്യന്റെ സംസ്കാരം സ്വീകരിച്ചപ്പോൾ, പാശ്ചാത്യരുടെ സംസ്കാരം സ്വീകരിച്ചപ്പോഴാണ് നമുക്ക് വൃദ്ധസദനങ്ങൾ ഇവിടെ വന്നത്. നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരമ്മയെ ഉണ്ടെങ്കിൽ, മുതിർന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആ ഏറ്റവും പ്രായം കൂടിയയാളെയായിരിക്കും. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം, ഇതാണ് സനാതന സംസ്കാരം. പക്ഷേ മറ്റുള്ള ദേശങ്ങളിൽ നമ്മൾ ചൈനയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോഴേ എന്ത് പറയും? യൂസ് ആൻഡ് ത്രോ. അവിടെയെല്ലാം അങ്ങനെയാണ്. അവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുള്ള കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബം അവിടെ ഇല്ല. അവിടെ വിവാഹം കഴിക്കുന്നു, ഇഷ്ടമുള്ള 2 പേർ വിവാഹം കഴിക്കുന്നു, കുഞ്ഞാകുന്നു. അവര് പറയുന്നു എനിക്ക് നിന്നെ വേണ്ട, നിനക്ക് എന്നെ വേണ്ട. അവർ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ഇടുന്നു, കുറച്ച് പൈസ അവരുടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അവസാനമാകുമ്പോൾ പ്രായമായവരെ നോക്കുവാനൊന്നും അവിടെ ആരുമില്ല. അതുകൊണ്ടാണ് അവരെല്ലാം അവിടെ ഓൾഡ് ഏജ് ഹോം എല്ലാം ശരിയാക്കി വെച്ചു. അതുകൊണ്ടാണ് അവർക്ക് വേറൊരു സംസ്കാരം കൂടെയുണ്ട്. അവരവസാനം ഒരു നായെ കൂടെ വളർത്തും. അതാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരും കണ്ടുപിടിക്കുന്നത്.
അവരുടെ കൂടെ അവസാനം ആരുമില്ലെന്ന് കാണുമ്പോൾ അവർ ഈ നായെ കൂടെ പറയും, അതിന് മാത്രമേ ഇച്ചിരി നന്ദി എന്നോടുള്ളൂ, ഞാൻ ഇച്ചിരി ആഹാരം കൊടുത്തപ്പോൾ. അത് അവരുടെ സംസ്കാരം, നമ്മുടെയാണോ? അല്ല. അപ്പോൾ എന്നും നമുക്ക് പറയുവാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഭാഗവതം പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഭാഗവതം പറഞ്ഞു തരുന്നത് മുഴുവൻ ഒരു മനുഷ്യനായി ഒരു ജീവൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ, അല്ലെ, മനുഷ്യരും മറ്റു മൃഗങ്ങളും പക്ഷിമൃഗാദികളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നമുക്കാണ് വിവേചന ബുദ്ധിയും വിവേക ബുദ്ധിയും ഉള്ളത്. ബാക്കി ഉണ്ടോ? അപ്പോൾ ആ വിവേചന ബുദ്ധിയും വിവേക ബുദ്ധിയുമുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലേ? അതിലോട്ട് നമ്മളെ ഉയർത്തുകയാണ്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഇവിടെ ക്ഷയിക്കുമ്പോൾ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നമ്മളിൽ ഉണർത്തുവാനാണ് ഈ ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മുടെ ദേശത്തും ദേശാന്തരങ്ങളിലും ഒക്കെ ചെയ്യുന്നത്. ഓരോ സപ്താഹ യജ്ഞത്തിന് പോയിട്ട് വരുമ്പോഴും അതിൽ നിന്നും എന്തെങ്കിലും ഒരു മൂല്യം നമ്മളെടുത്ത് നമ്മുടെ കൂടെ കൊണ്ടുപോകണം. അത് നമ്മുടെ കൊച്ചു മക്കൾക്ക് പകർന്നു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ നാരദന് പറഞ്ഞ കഥ പറഞ്ഞു, അല്ലെ? ഈ സംസ്കാരം എങ്ങനെ പകരാമെന്ന് വിചാരിക്കുന്ന നാരദ മഹർഷി എന്താണ് ചെയ്യുന്നത്? ഒരു ഗർഭിണിയായിരിക്കുന്ന കുഞ്ഞിനെ വിളിച്ചിട്ട്, ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ വേദാന്തങ്ങളെല്ലാം ആ കുഞ്ഞിന് ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആര് പഠിക്കും? ജനിക്കാൻ പോകുന്ന കുഞ്ഞു പഠിക്കും. ആ കുഞ്ഞിന്റെ സ്വഭാവം രൂപീകരിക്കുന്നത് ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്താണ്. അതിന് നല്ല ഉദാഹരണമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കൊച്ചു കുഞ്ഞ്, അതിപ്പോ ഇച്ചിരി വലുതായിട്ടുണ്ട്, ആ കുഞ്ഞ് ഒരു ജീവിതകാലം മുഴുവൻ സംഗീതം പഠിച്ചിട്ട്, വയലിൻ പഠിച്ചിട്ട് പാടാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച ഉടനെ ഗംഗ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു, അല്ലെ? ഇവിടെ എല്ലാം ആ വയലിൻ വായിച്ച് എല്ലാവരുടെയും കർണത്തിന്, അല്ലെ, ആനന്ദമേകിയ ആ കുട്ടി വിചാരിക്കുന്നുണ്ടോ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇതെല്ലാം പഠിച്ചതെന്ന്? അല്ല. ആ അമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞ് ഇരുന്ന കാലം ആ അമ്മ അന്ന് എന്തു ചെയ്തിരുന്നു? സംഗീതത്തെ ആരാധിച്ചിരുന്നു, സരസ്വതി ദേവിയെ ആരാധിച്ചിരുന്നു ആ കുഞ്ഞിന്റെ അമ്മ. അപ്പോൾ ആ അമ്മയ്ക്ക് ജനിച്ച കുഞ്ഞ് നല്ല ഒരു സംഗീതത്തിന്റെ, സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള ഒരു കുഞ്ഞായി പിറന്നു. തമിഴ്നാട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പ്രജ്ഞാനന്ദ, കുഞ്ഞിന്റെ പേര് അറിയോ? പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി ലോക ചെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഈ ലോകത്തിൽ ഉള്ള രാഷ്ട്രങ്ങളിൽ വെച്ച് പ്രജ്ഞാനന്ദൻ എന്ന് പറയുന്ന ആ കുട്ടി ചാമ്പ്യനായി വന്നപ്പോൾ ആ കുട്ടിയുടെ അടുത്തോട്ട് ഈ മീഡിയക്കാരെല്ലാം ചെല്ലുമല്ലോ, ഫോണൊക്കെ ആയിട്ട് മൈക്ക് പിടിച്ചിട്ട്. അപ്പോൾ ആ കുട്ടിയെ കണ്ട ഉടനെ ആദ്യം അവർ ചോദിച്ച ചോദ്യം, പ്രജ്ഞാനന്ദ എവിടെയുള്ള കുട്ടിയാണ്? തമിഴ്നാട്ടിലുള്ള കുട്ടിയായിരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന കുട്ടിയായിരുന്നു. ആ പ്രജ്ഞാനന്ദയെ കണ്ടപ്പോൾ ആദ്യം അവർ ചോദിച്ചത് എന്താണെന്നറിയോ? എപ്പോൾ നോക്കിയാലും ഈ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന കുഞ്ഞിന്റെ നെറ്റിയിൽ 3 വരയുള്ള ഒരു ഭസ്മക്കുറി കാണും. അപ്പോൾ ചോദിച്ചു എന്താണ്? അപ്പൊ പറഞ്ഞു, ഇതെന്റെ പാട്ടി എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ പാട്ടി എന്ന് പറഞ്ഞ എന്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. എന്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞ വേദാന്തങ്ങളാണ് എന്റെ ഈ ഊർജം. അത് ആ സംസ്കാരത്തിൽ ഞാൻ വളർന്നപ്പോഴാണ് എനിക്ക് ഈ ഊർജം കിട്ടിയത്, ഇത് പഠിക്കണമെന്ന് തോന്നിയത്, എന്റെ ബുദ്ധിയെ ഉപയോഗിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള പ്രജ്ഞാനന്ദമായുള്ള മക്കളെ, അല്ലേ, ഈ ലോകം മുഴുവൻ അറിയുന്ന കുട്ടിയായി മാറി തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടി. അതേപോലെ തന്നെ ഗൂഗിൾ, അതിന്റെ സിഇഒ ആരാ മക്കളെ? കണ്ണാടി വെച്ച മോള് പറഞ്ഞു. നമ്മളെ നെറ്റ് നോക്കുന്നില്ലേ? ഇവിടെ നെറ്റ് നോക്കുമ്പോഴല്ലേ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഗൂഗിളിന്റെ സിഇഒ ആരാണ്?
തമിഴ്നാട്ടിലുള്ള പേര് അദ്ദേഹത്തിന് ഒന്ന് അനുമോദിക്കാൻ ഡൽഹിയിൽ വിളിക്കുമ്പോൾ നമ്മുടെ പ്രധാന സേവകൻ എന്താണ് ചെയ്തതെന്നറിയോ? തലേ ദിവസം അവരുടെ വീട്ടിലോട്ടൊരു ഫോൺ കോൾ ചെയ്തു. ഫോൺ കോൾ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയോടല്ല സംസാരിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അങ്ങയോടല്ല എനിക്ക് സംസാരിക്കേണ്ടത്, എനിക്ക് അങ്ങയ്ക്ക് ഈ സംസ്കാരം പകർന്നു തന്ന അങ്ങയുടെ അമ്മയോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ അവരെ ഡൽഹിയിൽ വിളിച്ച് ഈ പാരിതോഷികമെല്ലാം കൊടുക്കുന്ന സമയത്തും അവരെ പറ്റി സംസാരിക്കുമ്പോൾ ആ പ്രധാന സേവകൻ ആ സ്റ്റേജിന്റെ മറ്റേൽ നിന്നും ദൂരെ തമിഴ്നാട്ടിലെ തമിഴ് മാത്രം അറിയുന്ന ഒരു അമ്മ ആ സ്റ്റേജിന്റെ ഒരു കോർണറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങി വന്ന് ആ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇങ്ങനെ നല്ല സംസ്കാരം കൊടുത്ത് വളർത്തിയ ഈ ലോകത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ആ ഗൂഗിളിന്റെ സിഇഒ ആകാൻ അങ്ങയുടെ മകന് പറ്റിയത് ആ അമ്മ പകർന്നു കൊടുത്ത സംസ്കാരം കൊണ്ടല്ലേ, അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ അമ്മമാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സംസ്കാരം പകർന്നു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റിപ്പോകില്ല. നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം എപ്പോഴും അവർക്കിപ്പോഴും അവര് പറയുന്നത്, ഞങ്ങളുടെ ഒരു കുഞ്ഞു പറഞ്ഞു, ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും നോട്ട് എ ഗോഡ്, ദൈവം ഇല്ല. അവര് പറയുന്നത് അവരുടെ ദൈവം ഗൂഗിൾ ആണെന്നാണ് പറയുന്നത്, അല്ലേ? ഗൂഗിൾ ഈസ് എ ഗോഡ്. അങ്ങനെ ആ ലെവലിലോട്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ സന്ധ്യാവേളകളിൽ പ്രഭാതവേളകളിൽ നമ്മുടെ സംസ്കാരങ്ങളെയും, അല്ലെ, നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ആ ഒരു ആത്മീയത വളർത്താത്തത് കൊണ്ടാണ് വീട്ടിലുള്ള അച്ഛനൊന്നും എപ്പോഴും സമയമില്ലെങ്കിലും അമ്മയും അമ്മുമ്മയും മക്കളും എല്ലാവരും കൂടി വീട്ടിലിരുന്ന് വിളക്കെല്ലാം സന്ധ്യക്ക് സന്ധ്യാനാമമൊക്കെ ജപിച്ച്, പഴയകാലത്ത് വീട്ടിൽ മുത്തച്ഛിമാരുണ്ടെങ്കിൽ അന്നെല്ലാം ചൊല്ലുന്ന കീർത്തനം എന്താ? ഈരേഴുലകിലും ഏകനാഥ കൃഷ്ണ എന്താണെന്നാ പറഞ്ഞ കണക്കാ പറഞ്ഞു കൊടുത്തത്. ഈരേഴുലകിലും ഏകനാഥ കൃഷ്ണ. ഈ 7 2 എത്രയാ എന്ന് പറഞ്ഞാൽ ഈ 14 ലോകത്തിലും ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞിനെ പഠിപ്പിച്ചത് ഭഗവാനെ പറ്റിയാണോ? കണക്ക് പഠിപ്പിക്കുമായിരുന്നു. ഇതിന്റെ കൂടെ കണക്കും സയൻസും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂല്യം. പക്ഷെ നമ്മൾ ഇത് അറിയുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ ഭഗവാന്റെ ബാലലീലകൾ, അല്ല, ഭഗവാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവിടെ ആരെയാ വിടുന്നത്? ഭൂതന, അല്ലെ? ഭൂതനയെ എന്ത് ചെയ്യും? കംസന്റെ ആജ്ഞാനുസരണം ശിശുവായിരുന്ന ശ്രീകൃഷ്ണനെ കൊല്ലുക എന്ന ദൗത്യവുമായി വശ്യമനോഹര രൂപത്തിൽ കാച്ചിയ പൊന്നിന്റെ നിറം കൊണ്ട നാനാലങ്കാര ഭൂഷിതയായി മാലതിമാല ചൂടിയ കബലി ഭാരത്തോടുകൂടി കസ്തൂരിയും കുങ്കുമവും ചേർത്ത പൊട്ടണിഞ്ഞ ലളിതയായി ഗോകുലത്തിൽ എത്തിച്ചേർന്നു. ആര്? ഭൂതന, അല്ലെ? വിശ്വകർമാവ് നിർമ്മിച്ച അതിബൃഹത്തായ ഗോത്രത്തെ നോക്കിക്കൊണ്ട് സുസ്മേരവദനയായി അവൾ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ അവളെ കണ്ട ഉടനെ അവിടെയുള്ള ഗോപസ്ത്രീകൾ എന്താ വിചാരിച്ചത്? മഹാലക്ഷ്മി മാതിരി, അല്ലെ? ആ ശരീരഭാവമുള്ളവർക്ക് എന്താണ്? ആ മഹാലക്ഷ്മി മാതിരി ഇങ്ങനെ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഭഗവതി അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മധുരവാസിയായ ഗോപിയാണെന്നും ഇപ്പോൾ ബ്രാഹ്മണ ഭക്തിയാണെന്നും നന്ദഗോപൻ ഉത്കൃഷ്ടനായ പുത്രൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഉത്കൃഷ്ട മുഹൂർത്തം, വ്യാസന് ജന്മം കൊടുത്തത് ഉത്കൃഷ്ട മുഹൂർത്തത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ഈ ലോകത്തിന് ഉപകാരം ചെയ്യുന്ന ഒരു കുഞ്ഞായിരിക്കും ജനിക്കുന്നത്. ജനിക്കുന്ന സമയം അതെല്ലാം ഉണ്ട് ഇതില്, അല്ലേ? അങ്ങനെ ലളിത എന്ന പേരിൽ അമ്പാടിയിലെത്തുന്ന പൂതന മാതാവായ യശോദ അടുത്തില്ലാത്ത തക്കത്തിൽ നന്ദഗോപഗൃഹത്തിൽ പ്രവേശിച്ച്
കൃഷ്ണന് വിഷം ചേർത്ത മുലപ്പാല് കൊടുക്കുവാൻ, അല്ലേ? അപ്പൊ കൃഷ്ണൻ പാൽ കുടിച്ച് തീർന്നിട്ടും മതിയാകാതെ പൂതനയുടെ എന്ത് കുടിച്ചു? രക്തവും കൂടി കുടിച്ചു. അപ്പോൾ ആ കുഞ്ഞ് രക്തവും കുടിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന പൂതന കുഞ്ഞായ കൃഷ്ണനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഓരോ നിമിത്തങ്ങളുണ്ട്, ഒരു പൂർവ്വജന്മ കഥ കൂടിയുണ്ട്. അപ്പോൾ ഈ പൂതനയുടെ പൂർവ്വജന്മം പറയുമ്പോൾ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ പുത്രിയായ, മഹാബലി ഉണ്ടല്ലോ അവിടെ തിരുവോണത്തിന് വരും, മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു പൂർവ്വജന്മത്തിലാരെ പൂതന. അങ്ങനെ അവതാര ഉദ്ദേശം നിർവഹിക്കുവാനായി വാമനൻ മഹാബലിയുടെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ബലിക്കൊപ്പം ഈ മകളായ രത്നമാലയും എത്തിയിരുന്നു. അപ്പോൾ ഈ സുന്ദരനായ ബാലനെ കണ്ടപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു പുത്രനെ മുലയൂട്ടുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ രത്നമാലയുടെ മനോഗതം മനസ്സിലാക്കിയ വാമനരൂപിയായ മഹാവിഷ്ണു ദ്വാപര യുഗത്തിൽ ആഗ്രഹ നിവൃത്തി സാധ്യമാകുമെന്ന് അവളെ അനുഗ്രഹിക്കുകയാണ്. അതാണ് മഹാഭാരതത്തിലും ഭാഗവതത്തിലും പൂതനാവധം എന്നതിന് പകരം എന്താണ് പറയുന്നത്? പൂതന മോക്ഷം. എപ്പോൾ പൂതന അവിടെ മരിച്ചു വീഴുമ്പോൾ മോക്ഷമായില്ലേ? ആ ദേഹത്തെ സംസ്കരിക്കുമ്പോൾ അവിടെയെല്ലാം സുഗന്ധമാണ് പരന്നതെന്നാ പറയുന്നത്. ശരീരം ദഹിക്കുമ്പോൾ സുഗന്ധം വരുമോ? ഇല്ല. ആ ഉണ്ണിക്കണ്ണന്റെ അതുകൊണ്ട് സുഗന്ധത്തോടു കൂടിയുള്ള ഗന്ധമാണ് ഉണ്ടായത്. ഇങ്ങനെ പൂതനാമോക്ഷം ഭാഗവതം ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാര കഥകൾ പറയുന്നിടത്ത് പൂതനയുടെ കഥയും തുടങ്ങുന്നു. അങ്ങനെ പൂതന മുൻ ജന്മത്തിൽ മഹാബലിയുടെ മകളായ രത്നമാലയായിരുന്നു. അപ്പോൾ ഇവിടെ അതിനുശേഷം അടുത്തത് വരുന്നതാരാ? ശകടാസുരൻ. ഇതിൽ നിന്നെല്ലാം ഭാഗവതം കഥ പറയുമ്പോൾ അതിന്റെ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? കഥയല്ല എടുക്കേണ്ടത്, അതിലുള്ള സത്തിനെയാണ് എടുക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഇത് ശകടാസുരൻ ഒരു ശകടത്തിന്റെ, ശകടം എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടി. അപ്പൊ ഈ വണ്ടിയുടെ രൂപത്തിൽ വന്നത്. അങ്ങനെ ഭഗവാൻ തന്റെ കുഞ്ഞു കാലുകൾ കൊണ്ടൊന്ന് തൊട്ടെന്നേ പറയുന്നുള്ളൂ, അല്ലെ? ആ ശകടം ഭസ്മമായി പോയെന്നാ പറയുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ ശകടത്തെ എന്തിനോട് ഉപമിക്കുന്നു? ഒരു രഥത്തോടു കൂടി. ഈ നമ്മളെ ഉപമിക്കുന്ന ശരീരത്തെ ഒരു രഥമാണ് ശരീരം. ഇതം അങ്ങനെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇതം. അപ്പോൾ ഈ രഥത്തെ ശരീരം ഒരു രഥമാകുന്നു. ഈ ശരീരത്തിലെ അപ്പൊ ഈ രഥത്തിനെ ഓടിക്കുന്ന ഉടമസ്ഥൻ ആരാ? ഈ രഥത്തിനെ ഓടിക്കുന്ന ഉടമസ്ഥൻ ആരാണ്? ഉള്ളിലുള്ള ആത്മാവ്, ഇതല്ലേ ചൈതന്യം. ആ ഉടമസ്ഥൻ, അതിനെ ഓടിക്കുന്ന സാരഥി ആരാ? ബുദ്ധി, നമ്മുടെ ബുദ്ധി. അതായത് നയിക്കുന്നത് മനസ്സാണ്. അതിന്റെ എന്താ? കടിഞ്ഞാണ്. അല്ലെ? മനസ്സിലല്ലേ നമുക്ക് സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നത് എവിടാ? അപ്പൊ അമ്മ തന്നെ രാവിലെ വൈകുന്നേരം അരി ഉഴുന്നും ഒക്കെ ഇട്ട് അരച്ച് വെച്ചു. അപ്പൊ ഇന്ന് രാത്രി പ്ലാൻ ചെയ്തു നാളെ രാവിലെ ദോശ ചുടാം. അപ്പോഴാണ് രാവിലെ ഒരു അത്യാവശ്യം വന്നത്. അപ്പൊ ഓരോ ദോശ ചുടുന്നതിന് പകരം ഇച്ചിരി കൂടെ ഒന്നാക്കാമെങ്കിൽ അതിനെ ഇഡലി ആക്കാം. അപ്പൊ ഈ സൃഷ്ടി ആദ്യം എവിടാ വന്നത്? മനസ്സിൽ, അല്ലേ? എന്ന് പറയുന്ന കൂട്ട് നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളെ ആണ് കുതിരകൾ. 5 കുതിരകളെ പൂട്ടിയ തേരാണ് ഈ ശരീരം. അപ്പോൾ വിഷയങ്ങളാണ് അവയ്ക്ക് സഞ്ചരിക്കുവാനുള്ള വഴികൾ, അല്ലെ? നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന തന്നെ ഓരോരോ വിഷയങ്ങൾ, അല്ലെ? അതിനെ ചിന്തിച്ചല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ആ ശരീരബോധത്തെ തട്ടിമാറ്റി മനസ്സിനെ ആത്മബോധത്തിലോട്ട്
ഉയർത്തണം. അങ്ങനെ ശരീരം ഒരു ഭോഗോപയോഗത്തിന് വേണ്ടി മാത്രമല്ല, യോഗോപയോഗത്തിന് കൂടി വേണ്ടതാണ് എന്നുള്ള ചിന്ത ആർക്ക് വേണം? നമുക്ക് വേണം, അല്ലെ? ഈ ആഹാരം കഴിക്കുക, അല്ലെ? ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നാലല്ലേ നമ്മൾ PSC ടെസ്റ്റിന് പോകുന്നത്, അല്ലേ? അപ്പോൾ ആ ശരീരത്തിന് എന്തുകൂടെ ചെയ്യണം? യോഗാസനം എന്ന് പറയുമ്പോൾ എന്താണ്? എക്സർസൈസ് ആണ്. യോഗ എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയും ഈ മനസ്സിനെയും ഈ ശ്വാസത്തിനെയും ഒരേ പോയിന്റിൽ ഇങ്ങനെ നമ്മൾ കൊണ്ട് ഓംകാരം ചൊല്ലിയില്ലെങ്കിൽ അമ്മ മഹാമായിയുടെ മന്ത്രം ചൊല്ലി അങ്ങനെ നിവർന്ന് ഇങ്ങനെ ഇരുന്ന ഓംകാരം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിനെ എല്ലാം ആ കേന്ദ്ര ബിന്ദുവിൽ കൊണ്ട് എത്തിക്കും. അപ്പോൾ നാരദർ പറഞ്ഞുകൊണ്ട് ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ മനോമുകുരത്തിൽ ആ ഭഗവാൻ തെളിഞ്ഞു വന്നു, അല്ലേ? അങ്ങനെ അപ്പോൾ ഇവിടെ ഭാഗവതം ഓരോ പ്രകരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴും അതിലെല്ലാമുള്ള സത്തിനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അല്ലേ? നാളെ കാളന്തി നദിയെ പറ്റിയും കാളന്തിയെ പറ്റിയൊക്കെ പറയാം. ആരാണ് കാളന്തി? ആരാണ് അവിടുത്തെ വിഷം? എന്താണ്? ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഈ ശരീരത്തെ തന്നെയാണ്. ഈ മനുഷ്യ ശരീരത്തിന്റെ ശാസ്ത്രം പറയുകയാണ് ഭാഗവതം. അത് ഓരോ കഥകളിലൂടെ ഉപകഥകളിലൂടെ നമ്മളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ ഉയർത്തുകയാണ് എന്തിന്റെ ധർമ്മം? ഈ ഭാഗവത ധർമ്മം. അപ്പോൾ സമയം 8:30 ആയിരിക്കുകയാണ്. ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ പൂർവിക സൂര്യകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നല്ല സിസ്റ്റത്തിലൂടെയാണ്. ഇത്ര മണി വരെ പാരായണം, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പ്രഭാഷണം, ഇത്ര മണി തൊട്ട് നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിശ്രമിക്കേണ്ട സമയം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം അമ്മ മഹാമായിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ പറഞ്ഞതുപോലെ രാവിലെ തന്നെ എല്ലാവരും എത്തിച്ചേരണം. ഇവിടെ വന്നിരുന്നിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമില്ലേ? മനസ്സിനൊരു കുളിർമയില്ലേ? നമ്മൾ ഇന്നലെയും പറഞ്ഞു, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത. ഈ അമ്മ മഹാമായിയുടെ ഈ ദേശത്തുള്ള എല്ലാ ദേശവാസികളും സന്തോഷമായും സമ്പൽ സമൃദ്ധിയോടുകൂടിയും ആയുരാരോഗ്യത്തോടുകൂടിയും ഇരിക്കുവാൻ അമ്മ മഹാമായ ഈ ദേശത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കും. ആ അമ്മയെ സംരക്ഷിക്കേണ്ട കടമയും ആർക്കാണ്? നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ മക്കളെ വളർത്തി വലുതാക്കി വിട്ടു കഴിയുമ്പോൾ, അല്ലേ? അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ, അല്ലേ? തളരുന്ന ദേഹത്തിന് തണലായി വരേണ്ടവരാരാണ്? മക്കളാണ്, അല്ലേ? അതേപോലെ ഈ അമ്മയുടെ മക്കളല്ലേ നമ്മളെല്ലാവരും? ഈ ദേശത്തിന്റെ അമ്മയുടെ മക്കളല്ലേ നമ്മൾ? ആ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആരാണ് കൊടുക്കേണ്ടത്? നമ്മളല്ലേ കൊടുക്കേണ്ടത്? നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ആ അമ്മയല്ലേ, ഇല്ലേ? അപ്പോൾ ആ അമ്മയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു പുണ്യകർമ്മം നടക്കുമ്പോൾ ഈ ദേശത്തുള്ള ആരും മത്സരം പാടില്ല. നിങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളായി ഈ പുണ്യഭൂമിയിലെത്തി ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായും ശാരീരികമായും അർച്ചന പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വന്ദനം, പൂജനം, ദാസ്യം. ഇവിടെ യജ്ഞശാലയിലുള്ള അന്നദാന പുരയിൽ വെളുപ്പിനെ മുതൽ അവർ അധ്വാനിക്കുന്നുണ്ട്. അവരും ഈ കർമ്മത്തിന്റെ ഭാഗമാണ്, അല്ലേ? ഈ ഭഗവാന് വേണ്ടി അവർ അവിടെ ആ ചൂടുമെല്ലാം പിടിച്ച് എണ്ണങ്ങൾ ആഹാരമെല്ലാം പാകം ചെയ്ത് നമുക്ക് തരുന്നില്ലേ? ഈ യജ്ഞം പൂർത്തീകരിക്കാൻ മംഗളമായി നടത്തുവാൻ ഈ യജ്ഞത്തിന്റെ സംഘാടകർ അവരുടെ പാദം കൊണ്ട് നടന്നല്ലേ? ശാരീരിക അധ്വാനം ചെയ്തല്ലേ ഇങ്ങനെ ഇത്രയെല്ലാം ആക്കിക്കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ എല്ലാം ശ്രവണം, ആ
ആര് ചെയ്യണം? ശ്രോതാക്കൾ. കീർത്തനം ആര് ചെല്ലണം? ഇവിടെ ഇരിക്കുന്ന പൗരാണികർ, അല്ലേ? ശ്രവണം, കീർത്തനം, വന്ദനം, പൂജനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അവസാനം ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ തന്നെ കൂടും. അമ്മ മഹാമായ നമ്മുടെ എല്ലാം കൂടെയുണ്ട്, നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. നാളെ ഇനി നമുക്ക് 3 ദിവസം പോയി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായി സായുജ്യം അണയണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഉറക്കെ ആ മോടെ സൗണ്ട് എനിക്ക് കിട്ടുന്നില്ല. ഉറക്കെ ഒരു പ്രാവശ്യം ഭഗവാന്റെ നാമം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, പതേ നാരായണ. ഓം കരചരണകൃതം വാകായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേകക്ഷമസ്വ. ശിവ ശിവ കരുണാർത്ഥേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എനിക്ക് സർക്കാരത്തിന് പോയാൽ എണ്ണപ്പാത്രം കണ്ടോ? എണ്ണ
എണ്ണപാത്രം എന്ത് അല്ലെ കണ്ടോ? ഏയ് എണ്ണപാത്രം കണ്ടോ? പുള്ളി